ഇനി നമുക്ക് വയനാട്ടിലേക്ക് പോകാം. ഫൈസൽ നെടുമ്പാലയുണ്ട്. ഫൈസൽ, 3 സീറ്റുകൾ, ആ 3 സീറ്റുകളിൽ ഏറെക്കുറെ എല്ലാ ഏജൻസികളും 3 സീറ്റുകളും UDF തൂത്തുവാരും എന്ന പ്രവചനമാണ് നടത്തുന്നത്. അതിനൊരു ആത്മവിശ്വാസവും പ്രതീക്ഷയും സ്വാഭാവികമായും UDF ക്യാമ്പിനുണ്ടാകും. അപ്പോൾ മാനന്തവാടി സീറ്റിലടക്കം എക്സിറ്റ് പോൾ ഫലങ്ങളെ എങ്ങനെയാണ് LDF ക്യാമ്പ് കാണുന്നത്? പൊതുവെ എന്താണ് എക്സിറ്റ് പോളിന് ശേഷമുള്ള കൂട്ടിക്കിഴുക്കലുകൾ? സൈഫു പറഞ്ഞതിലേക്ക് തന്നെ ആദ്യം വരാം. 3 സീറ്റുകളും UDF തൂത്തുവാരും എന്നുള്ള സർവേ കണക്ക് വന്നതിന് പിന്നാലെ UDF വലിയ ആഹ്ലാദമാണ് UDFന്റെ ക്യാമ്പിൽ നിന്ന് ഉണ്ടാകുന്നത്. നേരത്തെ തന്നെ UDF കൃത്യമായി വയനാട് ജില്ലയുടെ കാര്യം എടുത്തു പറഞ്ഞതാണ്. 3 സീറ്റുകളും വ്യക്തമായ ഭൂരിപക്ഷത്തോടെ വിജയിക്കാൻ വയനാട്ടിൽ UDFനാകും എന്നുള്ളത് തന്നെയാണ് നേരത്തെയും പറഞ്ഞിരുന്നത്. അതിന് ഏറ്റവും പ്രധാനമായി ഈ സർവേ കണക്കുകൾക്ക് മുമ്പ് തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഒരു കണക്കുണ്ട്. അത് മാത്രമല്ല, മുമ്പുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പായാലും ഉപതെരഞ്ഞെടുപ്പായാലും മറ്റ് തെരഞ്ഞെടുപ്പുകളെ കണക്കൊക്കെ വെച്ച് നോക്കിയാൽ വോട്ട് UDFന് കൃത്യമായിട്ടുണ്ട്. 2011 നേരത്തെ മാനന്തവാടി മണ്ഡലത്തെ കുറിച്ച് സൂചിപ്പിച്ചു. 2011 മാനന്തവാടി മണ്ഡലത്തിൽ UDF വിജയിച്ചു വന്നു. പക്ഷേ 2016 2021 കൃത്യമായി UDFന് അവിടെ അടിതെറ്റി. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ UDFനകത്തുണ്ടായ പടലപ്പിണക്കങ്ങൾ തന്നെയായിരുന്നു. സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. സ്ഥാനാർത്ഥി പോലും പരസ്യമായി അത് പറയുന്ന തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ വന്നു. അപ്പോൾ ഇത്തവണ ആ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. 6 പഞ്ചായത്തുകളിൽ 5 പഞ്ചായത്തുകളിലും വ്യക്തമായി വിജയിക്കാൻ മാനന്തവാടി മണ്ഡലത്തിൽ UDFനായി. ആ വോട്ട് ആ UDFന് കൃത്യമായ കണക്കുകൂട്ടൽ, രാഷ്ട്രീയ വോട്ടുകളൊക്കെ തന്നെ UDFന് കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷ മാനന്തവാടി മണ്ഡലത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ മാനന്തവാടി മണ്ഡലത്തിലെ എതിർ സ്ഥാനാർത്ഥി നിലവിലെ മന്ത്രിയും MLAയുമായ OR കേളുവാണ്. ഈ OR കേളുവിന് മാനന്തവാടി മണ്ഡലത്തിലുള്ള ഒരു ജനസ്വീകാര്യതയുണ്ട്. ആ ജനസ്വീകാര്യതയാണ് UDFന് മുമ്പിൽ ഉയർന്നു വന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്. അപ്പോൾ ആ വെല്ലുവിളിയെ മറികടക്കാൻ UDFനകത്തുണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് ഒറ്റക്കെട്ടായി നേരിട്ടത് അത് ഈ OR കേളുവിന്റെ ജനപിന്തുണയെ മറികടക്കാൻ കഴിയുമെന്നുള്ള ഒരു ആത്മവിശ്വാസമുണ്ട്. മറ്റുള്ള കൽപ്പറ്റയായാലും സുൽത്താൻ ബത്തേരി ആയാലും കൃത്യമായി UDFന് മുൻതൂക്കമുള്ള മണ്ഡലങ്ങൾ തന്നെയാണ്. എല്ലാ കാലത്ത് കഴിഞ്ഞ കുറേ നാളുകളായി അത് വിജയിച്ചു വരുന്ന ഒരു മണ്ഡലങ്ങളാണ്. അതും ഈ സുൽത്താൻ ബത്തേരിയുടെ ഒരു കാര്യം എടുത്താൽ കഴിഞ്ഞ 3 തവണയും IC ബാലകൃഷ്ണനാണ് സുൽത്താൻ ബത്തേരിയുടെ MLA. ഇത്തവണ ഓരോ തവണയും ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ IC ബാലകൃഷ്ണനായി എന്നുള്ളതൊരു എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇത്തവണ IC ബാലകൃഷ്ണനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില വിവാദങ്ങളുണ്ടായി. നമുക്കറിയാം, NM വിജയന്റെ ആത്മഹത്യയെ തുടർന്നുണ്ടായ വിവാദങ്ങളും പ്രശ്നങ്ങളും ഒരു ഭാഗത്ത് നിലനിൽക്കുമ്പോൾ IC ബാലകൃഷ്ണന്റെ ഇമേജിന് ചെറിയ ഡാമേജ് വരുത്താൻ, അല്ലെങ്കിൽ അത് ഒരു മുതലെടുത്തുകൊണ്ട് പ്രചാരണ രംഗത്ത് സജീവമാകാൻ LDFന് സാധിച്ചിട്ടുണ്ടെങ്കിലും വിജയപ്രതീക്ഷ LDFന് മാനന്തവാടി ബത്തേരിയിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ എടുത്തു പറയേണ്ടത്. ഇനി കൽപ്പറ്റയിലേക്ക് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ ടി സിദ്ദിഖ് MLA ഇവിടെ നിന്ന് 5000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ കൽപ്പറ്റയിൽ നിന്ന് വിജയിക്കുന്നു എന്നുള്ള കൽപ്പറ്റയിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് ഉണ്ട്. 11 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകൾ സ്ഥാപനങ്ങളാണുള്ളത്. അതിൽ 8ലും UDFന് വ്യക്തമായ ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളാണ്. 2 പഞ്ചായത്തുകളും നഗരസഭയും മാത്രമാണ് LDFനൊപ്പമുള്ളത്. അപ്പോൾ ഈ ഒരു കണക്കുകളൊക്കെ തന്നെ പരിശോധിച്ച് നോക്കിയിട്ട് നേരത്തെ തന്നെ കൃത്യമായി 3 മണ്ഡലങ്ങളുടെയും വിജയപ്രതീക്ഷ UDF ഉറപ്പിച്ചതാണ്. അപ്പം ഇത്തരത്തിലുള്ള പ്രചാരണങ്ങളൊക്കെ തന്നെ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ LDFനെ സംബന്ധിച്ച് കൽപ്പറ്റ മണ്ഡലത്തിൽ എടുത്തു പറയേണ്ട 2 കാര്യങ്ങളുണ്ട്. ഒന്ന് ചൂരൽമല മുണ്ടക്കൈ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, പുനരധിവാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ നടപ്പിലാക്കിയ ടൗൺഷിപ്പ് കൽപ്പറ്റയിൽ ഉയരുകയാണ്. അത് ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അത് മാത്രമല്ല, ഈ ചുരം ബദൽ മാർഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടാക്കിയ തുരങ്കപാതയും കൽപ്പറ്റയിലാണ് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇതെല്ലാം വോട്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയാണ് LDFനുള്ളതെങ്കിലും വിജയപ്രതീക്ഷയിൽ ചെറിയ മങ്ങലേറ്റിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ഈ സർവേ ഫലങ്ങൾ ഒന്നും തന്നെ ഇപ്പോഴും LDF ഉൾക്കൊള്ളാൻ തയ്യാറായിട്ടില്ല. അതൊന്നും ജനങ്ങളുടെ ഒരു ജനവിധി വരുമ്പോൾ അതെല്ലാം എതിരായിക്കൊണ്ട് തങ്ങൾ തന്നെ വിജയിക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസമാണ് LDF വയനാട്ടിൽ പങ്കുവെക്കുന്നത്. സൈഫു, യെസ്, ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചാരണ വിഷയങ്ങളിലൊന്ന് മുണ്ടക്കൈ ദുരന്ത ബാധിതർക്കുള്ള ഭവന നിർമ്മാണം അടക്കമുള്ള വിഷയങ്ങളായിരുന്നു, പുനരധിവാസം അടക്കമുള്ള വിഷയങ്ങളായിരുന്നു. അപ്പോൾ ആ വയനാട്ടിലെ 3 മണ്ഡലങ്ങളിലെ ജനവിധി അങ്ങേയറ്റം പ്രധാനപ്പെട്ടതാണ്. ഇന്നലെ വന്ന എക്സിറ്റ് പോൾ അനുസരിച്ച് 3 മണ്ഡലങ്ങളും UDF തൂത്തുവാരുമെന്നാണ് ഏറെക്കുറെ ഭൂരിഭാഗം ഏജൻസികളും പ്രവചിച്ചിരിക്കുന്നത്. എന്ത് സംഭവിക്കുമെന്ന് 4-ാം തീയതി കാത്തിരുന്നു കാണാം.